നമസ്കാരം. അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജൂൺ 2 വ്യാഴമാറ്റത്തിന് ശേഷം 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധിയും നന്മയും നൽകിക്കൊണ്ട് വ്യാഴം കനിഞ്ഞു തുടങ്ങി. ജൂൺ മാസം 28 കഴിയുന്നതോടുകൂടി വ്യാഴം അതിന്റെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഈ 15 നക്ഷത്രക്കാർക്ക് നൽകി തുടങ്ങുകയാണ്. ശനിദേവൻ തല്ലിക്കെടുത്തിയ ജീവിതത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുകയാണ് വ്യാഴദേവൻ അഥവാ മഹാവിഷ്ണു. ഏഴരശനിയും കണ്ടകശനിയും അഷ്ടമശനിയും മൂലം കൈവിട്ടുപോയ സൗഭാഗ്യങ്ങൾ വ്യാഴദേവൻ ഓരോന്നായി ഈ 15 നക്ഷത്രക്കാർക്കും നൽകി തുടങ്ങുകയാണ് ജൂൺ 28 മുതൽ. മഹാവിഷ്ണുവും ഗുരുവായൂരപ്പനും പ്രസാദിച്ചു നിൽക്കുന്ന ഈ വേളയിൽ ജൂൺ 28 മുതൽ തുടങ്ങുന്ന 150 ദിവസങ്ങളിലൂടെ സൗഭാഗ്യ പെരുമഴയാണ്, ഭാഗ്യ പെരുമഴക്കാലമാണ് ഈ നക്ഷത്രക്കാരിലേക്ക് ഭഗവാൻ വർഷിക്കുന്നത്. സ്വാത്വിക ഗുണത്തിന്റെ മൂർത്തിഭാവമെന്നാണ് വിശ്വാസം. ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ ജീവിത വിജയം സുനിശ്ചിതമാണ്. ജാതകവശാലും ചാരവശാലും വ്യാഴം അനുകൂലമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തീർന്ന് ജീവിത വിജയം നമുക്ക് സുനിശ്ചിതമാണ്. ഗോചരവശാൽ ജന്മരാശിയുടെ അഥവാ ജനിച്ച കൂറിന്റെ 2, 5, 7, 9, 11 എന്നീ രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് അഭീഷ്ട ഫലദായകനാവും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ കൊടുമുടി കയറുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത്. അത്യപൂർവമായ സൗഭാഗ്യങ്ങളിലേക്ക് കിടക്കുന്ന ഈ 15 നക്ഷത്രക്കാരും വ്യാഴാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും നടക്കുന്ന മഹാസുദർശന ഹോമത്തിലും വ്യാഴപൂജയിലും പങ്കുചേർന്ന് അനിർവചനീയമായ ജീവിത വിജയത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനങ്ങളിലേക്ക് കടക്കുക. ജൂൺ മാസം 25 വ്യാഴാഴ്ച മുതൽ നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ വ്യാഴാഴ്ചകളിലും തുടർച്ചയായ 7 വ്യാഴാഴ്ചകളിൽ ലക്ഷ്മി നാരായണ പൂജയും മഹാവിഷ്ണു പൂജയും നടക്കും. തൊഴിൽ തടസ്സം, വിവാഹ തടസ്സം, കടബാധ്യതകൾ, അങ്ങനെ ജീവിത പ്രതിസന്ധികളിൽ പെട്ടുപോയവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി കമന്റ് ബോക്സിൽ നൽകുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകരും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക. 27 നക്ഷത്രക്കാരിൽ സൂര്യ തേജസ്സോടെ ഉയർത്തി നിൽക്കുന്ന 5 കൂറുകളിൽപ്പെട്ട 15 നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ പറയുന്ന 15 നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീടിന്റെ സൗഭാഗ്യമാണ്, ആ വീട്ടുകാരുടെ സൗഭാഗ്യമാണ്. കുറിച്ചു വെച്ചു, എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും. ഈ ഒരു വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ശീലമാക്കി മാറ്റിയെടുക്കുക. നിങ്ങൾ ജനിച്ച കൂറിന്റെ 2, 5, 7, 9, 11 ഭാവങ്ങളിലേക്ക് വ്യാഴം മാറുമ്പോൾ ഞാൻ പറയുന്ന 5 കൂറുകളിൽപ്പെട്ട 15 നക്ഷത്രക്കാരുടെയും ഏറ്റവും സൗഭാഗ്യകാലമാണ് തുടങ്ങുന്നത്. ആ 5 കൂറുകളിൽപ്പെട്ട 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന്, നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വിശദമായി കേട്ടോളൂ. വ്യാഴമാറ്റം കൊണ്ട് സൗഭാഗ്യം വന്നു ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാശി മിഥുന രാശിയാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 2ാം ഭാവത്തിലേക്കാണ് മാറി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന തീരാ ദുരിതങ്ങളിൽ നിന്ന്, ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളെ കാത്തുരക്ഷിക്കാൻ പോവുകയാണ്. മിഥുനക്കൂറുകാരായ ഈ 3 നക്ഷത്രക്കാർക്കും ജന്മത്തിലായിരുന്നു വ്യാഴം. ആ അനിഷ്ടസ്ഥിതി മാറി വ്യാഴം അനുകൂലമായ സ്ഥാനത്തേക്ക്, അതായത് 2ാം ഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതും വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ. അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇനി ഈ 3 നക്ഷത്രക്കാർക്കും ലഭിക്കുക. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം സുനിശ്ചിതമായ വിജയമാണ് വന്നു ചേരുന്നത്. പ്രയത്നങ്ങൾക്ക് വേഗം ഫലസിദ്ധി കൈവരും. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളുടെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും പിന്തുണയും ലഭിക്കുന്ന ഒരു സമയമാണ്. പഠന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ മികവുണ്ടാവും. മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കും. അർഹതയുള്ളവർക്ക് പല രീതിയിലും അവസരങ്ങൾ കൈവരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ധനപരമായിട്ടാണ് ഏറ്റവും അധികം ഉയർച്ച മിഥുനക്കൂറുകാർക്ക് വന്നു ചേരുക. മിഥുനക്കൂറിൽപ്പെട്ട മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ സാമ്പത്തിക വിഷമതകളും മാറി, കടബാധ്യതകളും മാറി നിങ്ങളുടെ കൈകളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ധനം കൈവരുന്ന, വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത്. അപ്രതീക്ഷിതമായിട്ട് വളരെ വലിയ രീതിയിലുള്ള ധനം നിങ്ങൾക്ക് വന്നു ചേരും. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തൊഴിലിൽ നിന്ന് കിട്ടുന്ന ധനമായിരിക്കാം, കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടുന്നതായിരിക്കാം, ലോട്ടറി സൗഭാഗ്യമായിരിക്കാം, നിധി പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കാം.
അതുമല്ലെങ്കിൽ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ധനവുമാകാം. ചിലർക്കാകട്ടെ പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതാകാം. ചിലർക്കാകട്ടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മറ്റ് ഏതെങ്കിലും വഴിയോ കിട്ടുന്ന ധനവുമായിരിക്കാം. ഏത് രീതിയിലായാലും പല വഴികളിൽ കൂടി വലിയൊരു ധനം ഈ 3 നക്ഷത്രക്കാരുടെയും കൈകളിലേക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. അതുപോലെ ഉത്തമമായ സന്താന സൗഭാഗ്യം വന്നു ചേരും. പ്രണയിതാക്കൾക്കും സ്നേഹിക്കുന്നവർക്കും വിവാഹം കഴിക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഈ വരുന്നത്. വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത്. സ്വർഗസമാനമായ ജീവിത വിജയങ്ങളിലേക്ക് നടന്നെടുക്കുന്ന സമയം. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കെല്ലാം ഏറ്റവും അനുയോജ്യമായ സമയമാണ് തെളിഞ്ഞിരിക്കുന്നത്. പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും ഉള്ള ബിസിനസ് സംരംഭങ്ങൾ നവീകരിച്ച് പുതിയ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുവാനും ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായി നേട്ടങ്ങളുടെ ഒരു സുവർണ കാലമാണ് ഇനി. മക്കൾക്ക് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ബന്ധുജന ഗുണം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കും. തൊഴിൽ അന്വേഷകർക്കും ഏറ്റവും കൂടുതൽ അനുകൂല ഫലങ്ങളാണ് വന്നു ചേരുക. വിദേശത്തായാലും സ്വദേശത്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി കുടുംബജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുക. വാഹനം, ഭൂമി, വീട് എന്നിവ വാങ്ങുവാനുള്ള ചിരകാല അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സുദിനങ്ങൾ. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിലനിന്നിരുന്ന എല്ലാ രീതിയിലുള്ള പിണക്കങ്ങളും മാറി നല്ല രീതിയിൽ സൗഹൃദ ബന്ധം, ഹൃദയബന്ധം, രക്തബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും. മിഥുനക്കൂറിൽപ്പെട്ട ഈ 3 നക്ഷത്രക്കാരും ജീവിതത്തിന്റെ ഏത് തുറകളിൽ പ്രവർത്തിക്കുന്നവരായാലും എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവുകയാണ്. 2ാം ഭാവം എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥാനമാണ്, ധനസ്ഥാനമാണ്. എങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുനിശ്ചിത വിജയം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിലൂടെ, ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ മാറ്റത്തിലൂടെ സംഭവിക്കുവാൻ പോകുന്നത്. വ്യാഴത്തിന്റെ അതിദേവനായ മഹാവിഷ്ണുവിനെ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ എന്നും മനസ്സിൽ വിചാരിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. എല്ലാം മംഗളകരമായി ഭവിക്കട്ടെ. എന്റെ വാക്കുകൾ അച്ചിട്ടായി മാറട്ടെ. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നാളുകാർക്ക് വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 10ാം ഭാവത്തിലായിരുന്നു ഇതുവരെ വ്യാഴം. 11ാം ഭാവം സർവാഭീഷ്ട സിദ്ധിയാണ് ഈ 3 നക്ഷത്രക്കാർക്കും നൽകുക. 11ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോഴാണ് ഒരാൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയും വളർച്ചയും ജീവിത വിജയങ്ങളും നേടുവാൻ കഴിയുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തിച്ചേരുക. വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തിയോടുകൂടി ഈ 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടാകാൻ പോവുകയാണ്. കർമ്മരംഗത്താണ് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാകാൻ പോകുന്നത്. 11ാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിച്ചേരും. കർമ്മ മേഖലയിൽ നിങ്ങൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയം വന്നു ചേരും. തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയാണ് ഈ 3 നക്ഷത്രക്കാർക്കും വന്നു ചേരുവാൻ പോകുന്നത്. ജീവിത വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് ഈ 3 നക്ഷത്രക്കാരും നടക്കുന്ന കാഴ്ചകളാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിത വിജയങ്ങൾ, ധനപരമായ നേട്ടം, തൊഴിൽ ലബ്ധി ഇതെല്ലാം വന്നു ചേരുകയാണ്. സമ്പത്ത്, ആരോഗ്യം, സൗഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം ഏറ്റവും ഉയർന്ന വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ ഏറെ വിഷമിച്ചിരുന്നത്, ധനപരമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ അതിനെയെല്ലാം മറികടന്ന് ധനപരമായിട്ട് ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ബിസിനസ്സിലെ കുതിപ്പ് ഇതെല്ലാം വന്നു ചേരുന്ന ദിവസങ്ങൾ. വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളിലും മനക്ലേശങ്ങളിലുമായിരുന്നു ഉത്രം, അത്തം, ചിത്തിര നാളുകാർ. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള മനക്ലേശങ്ങളും മാറി, എല്ലാ രീതിയിലുള്ള മനസമാധാന കേടുകളും മാറി
ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു നല്ല മുഹൂർത്തമാണ് വ്യാഴമാറ്റത്തോടു കൂടി വന്നു ചേർന്നിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. അത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാവാം, പൈതൃക സ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാകാം, കിട്ടാനുണ്ടായിരുന്ന ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യമായിരിക്കാം, സർക്കാരിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന ധനമായിരിക്കാം, ഭൂമി വിൽപ്പനയിലൂടെ നിങ്ങൾ ആർജിക്കുന്ന വലിയ രീതിയിലുള്ള ധനമായിരിക്കാം. ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ധനപരമായ വളരെ വലിയ നേട്ടങ്ങളിലെ ഒരു വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നു മുതൽ അടുത്ത ജൂൺ വരെയുള്ള ഒരു വർഷക്കാലം സൗഭാഗ്യ ദിനങ്ങളുടെ ഭഗവാൻ മഹാവിഷ്ണു നൽകുന്ന ജീവിത വിജയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നിങ്ങളെ തേടിയെത്തുക. എല്ലാ അർത്ഥത്തിലും ഈ 3 നക്ഷത്രക്കാരും ഏറ്റവും കൂടുതൽ ശോഭിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നല്ലൊരു തൊഴിൽ കിട്ടാനായി വർഷങ്ങളായി നീണ്ട ഒരു കാത്തിരിപ്പിലായിരുന്നു ഈ നക്ഷത്രക്കാരായ പലരും. ചിലർക്കാകട്ടെ ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടതിലുള്ള വ്യസന ദുഃഖവും. അതെല്ലാം മാറി അനുയോജ്യമായ തൊഴിൽ ബന്ധങ്ങൾ, അനുയോജ്യമായ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ അന്തരീക്ഷം വളരെയേറെ മെച്ചപ്പെടും. തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ ഉണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള കിതപ്പും എല്ലാ രീതിയിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളും മാറി ജീവിതത്തിന്റെ ഉയർന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായും നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളെ പരിപൂർണമായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും. PSC പരീക്ഷകൾ എഴുതുന്നവർക്ക് ജീവിത വിജയമുണ്ടാകും. വർഷങ്ങളെ ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻ സാധ്യതകൾ വന്നു തെളിയും. അനുയോജ്യമായ സ്ഥലമാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇങ്ങനെ തൊഴിലിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്ന, ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, ജീവിത വിജയങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം, ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഉപരിപഠന സാധ്യത എന്നിവയെല്ലാം വന്നു തെളിയും. അതുപോലെ ദാമ്പത്യ വിജയത്തിൽ കുടുംബ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള അസ്വസ്ഥതകളും മാറി കുടുംബ ജീവിതം ഏറ്റവും ധന്യമാകുന്ന ഒരു മുഹൂർത്തമാണ് വന്നു ചേരുന്നത്. കലാകായിക മേഖലകളിലും രാഷ്ട്രീയ സാമുദായിക മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ കാലഘട്ടം. വ്യാഴമാറ്റത്തിന്റെ അനുകൂലമായ ഈ ഫലങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായി വന്നു ചേരുവാൻ 7 വ്യാഴാഴ്ചകളിൽ തുടർച്ചയായി മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി ഭഗവാന് തുളസിമാല, പാൽപായസം, നെയ്വിളക്ക് എന്നിവ നടത്തുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഫലങ്ങൾ, വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ മക്കൾക്ക് വന്നു ചേരും. നിങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുക തന്നെ ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സർവം മംഗളകരമായി ഭവിക്കട്ടെ. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് മാറിയതോടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അനുഭവിച്ചു വന്ന എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമാകുകയാണ്. ഈ 3 നാളുകാരുടെയും ജീവിതം വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കടന്നുപോയത്. രോഗാതി ദുരിതങ്ങൾ, മനക്ലേശങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ തകർച്ച, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് ഈ 3 നാളുകാരും അനുഭവിച്ചു വന്നിരുന്നത്. പല രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും ഇവരെ വല്ലാതെ ഉലച്ചു. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതെല്ലാം മാറുകയാണ്. അതെല്ലാം മാറി സൗഭാഗ്യ ദിവസങ്ങളിലേക്ക്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയത്തേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വന്നതോടുകൂടി നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രയത്നങ്ങളും സഫലമാകുന്ന ദിവസങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. ഇത്രയോ കാലമായി നിങ്ങൾ നിശബ്ദമായി കരഞ്ഞിട്ടുണ്ട്. ആരും കാണാതെ നിങ്ങൾ കരച്ചിൽ അടക്കിയിട്ടുണ്ട്. രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ പോലും നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഈ നാളുകാർക്ക്. എന്നാൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഈ വ്യാഴമാറ്റത്തോടെ പരിഹാരമാവുകയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം തിരികെ പിടിക്കാൻ കഴിയുന്ന സമയം. തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. PSC പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ വന്നു ചേരും. ഇന്നു മുതലുള്ള ഒരു വർഷക്കാലം
കർമ്മമേഖലയിൽ അനുസ്യൂതമായ പുരോഗതിയുടെയും വളർച്ചയുടെയും ദിവസങ്ങളായിരിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ മാത്രമല്ല, സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കും സംരംഭങ്ങൾ നടത്തുന്നവർക്കും ബിസിനസ്സിൽ വലിയ രീതിയിലേക്കുള്ള ലാഭങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. തകർന്നു പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ച ആ അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് മോചനം നേടി നിങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കാൻ പോവുകയാണ്. അഭൂതപൂർവമായ ഒരു സാമ്പത്തിക വളർച്ചയായിരിക്കും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരുന്നത്. വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി ഈശ്വരാനുകൂല്യം കൊണ്ട് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. സന്താന സൗഭാഗ്യം, വിവാഹ യോഗം എന്നിവയെല്ലാം വന്നു ചേരുന്ന സുദിനങ്ങൾ. സാമ്പത്തികം, തൊഴിൽ, സൗഭാഗ്യം, ആരോഗ്യം, വിവാഹം എന്നീ കാര്യങ്ങളിലെല്ലാം ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ സുവർണ കാലഘട്ടമായിരിക്കും. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെയും പൈതൃക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതിലൂടെയും സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണം വന്നു ചേരുന്നതിലൂടെയും വലിയ രീതിയിലുള്ള ധന സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിധി പോലും കിട്ടാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ്. വെറുതെ ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന ഒരു കാലഘട്ടം. അകന്നു കഴിഞ്ഞിരുന്നവർ തമ്മിൽ ഒന്നിക്കാനും യോഗമുണ്ട സമയം. പാർട്ണർഷിപ്പ് ബിസിനസ് മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് ആ ബിസിനസ് മേഖലകൾ ലാഭകരമായിട്ട് മാറും. ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ടും മെച്ചപ്പെടും. പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തു തീർക്കാൻ കഴിയുന്ന സുദിനങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. പൊതുവെ ഈശ്വരാധീനമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നതെല്ലാം സ്വായത്തമാക്കുവാൻ കഴിയുന്ന സമയമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠന സാധ്യതകൾ തെളിഞ്ഞുവരും. പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും. അലസതയും മടിയും മാറി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം വന്നു ചേരുന്ന സമയം. അങ്ങനെ എല്ലാം കൊണ്ടും ഭാഗ്യം തെളിഞ്ഞു വരുന്ന അസുലഭ മുഹൂർത്തങ്ങളാണ് ഈ 3 നാളുകാർക്കും വന്നു ചേർന്നിരിക്കുന്നത്. തുടർച്ചയായ 7 വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക. ഭഗവത്പാദം മുട്ടി നിൽക്കുന്ന രീതിയിൽ തുളസിമാല സമർപ്പിക്കുക. നെയ്വിളക്ക്, പാൽപായസം എന്നിവ നടത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായി ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് നടന്നെടുക്കുന്ന ആ സുദിനങ്ങൾ ശരിക്കും ആഘോഷിക്കുക. ദുഃഖങ്ങളും സങ്കടങ്ങളും നേർന്ന് വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ദിവസങ്ങളിലേക്ക് നടന്നെടുക്കുക. സർവം മംഗളകരമായി ഭവിക്കട്ടെ. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർക്ക് ശത്രുഭാവമായ 6ാം ഭാവത്തിൽ നിന്ന് വ്യാഴം 7ലേക്ക് മാറുമ്പോൾ കുടുംബജീവിതം ഏറെ സന്തോഷകരമായി മാറും. കഴിഞ്ഞ 3-4 വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ആ ദുരിതങ്ങളുണ്ടല്ലോ, അതെല്ലാം മാറുകയാണ്. ശത്രുക്കളെ പോലെ കരുതിയിരുന്നവർ നിങ്ങളെ മിത്രങ്ങളായി സ്നേഹിക്കുന്ന സുദിനങ്ങൾ. എത്രമാത്രം ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾ നിങ്ങൾ കടന്നുപോയത്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വിഷമതകൾ, സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി പുറമേ ചിരിച്ചുകൊണ്ട് നിങ്ങൾ നടന്ന ആ ദിനങ്ങളുണ്ടല്ലോ. എന്തിനേറെ സ്വന്തക്കാരും കുടുംബക്കാരും മൂലം നിങ്ങളെ ഒറ്റപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ, അതെല്ലാം മാറുകയാണ്. വ്യാഴം 7ാം ഭാവത്തിലേക്ക് മാറിയതോടെ നിങ്ങൾ ജീവിതത്തിൽ ഉദ്ദേശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും. ഈശ്വരാധനം ഏറ്റവും കൂടുതലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ വിജയം കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം ഭഗവാൻ മഹാവിഷ്ണു നിങ്ങൾക്ക് നേടിത്തരും, നൽകും. കഴിഞ്ഞ 1 വർഷക്കാലമായി അനിഷ്ടഭാവത്തിലായിരുന്ന വ്യാഴം ഇഷ്ടഭാവമായ 7ാം ഇടത്തിൽ എത്തിയതോടെ യാത്രകൾ കൂടും. ബിസിനസ് തീർത്ഥയാത്രകൾ നടത്താൻ കഴിയും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ കഴിയും. കൂട്ടുകച്ചവടത്തിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ലാഭം വന്നു ചേരും. ചെറിയ വിട്ടുവീഴ്ചകൾ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പുതുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അനുകൂലമായ സമയം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സമയം. 7ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ഈ മാറ്റം ഈ 3 നാളുകാരിലും പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകാൻ സഹായകരമാവും. ഏറ്റവും എടുത്തു പറയേണ്ടത് വിവാഹ ബന്ധങ്ങളാണ്. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. അവിവാഹിതരായവർക്ക് വിവാഹ ബന്ധങ്ങൾ ആലോചിക്കാനും വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രണയബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളും വന്നു ചേരുന്നതിലൂടെ ജീവിതം ഏറ്റവും കൂടുതൽ ശോഭിക്കുന്ന ഒരു സമയമാണ്. അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വഴി വിദേശത്ത് ഏറ്റവും അനുകൂലമായ തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനും അത് ഇടയാക്കും. സാമ്പത്തികം, ആരോഗ്യം, സൗഭാഗ്യം, വിവാഹം എന്നീ മേഖലകളിലെല്ലാം ഏറ്റവും കൂടുതൽ നേട്ടങ്ങളാണ് 7ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയതോടുകൂടി ഈ 3 നാളുകാർക്കും വന്നു ചേരുന്നത്. വിദ്യാർത്ഥികളായിട്ടുള്ള ഈ 3 നാളുകാർക്കും വിദേശത്ത് ഉപരിപഠന സാധ്യതകൾ വന്നു തെളിയും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും.
ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിലവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന കലുഷിതമായ അന്തരീക്ഷം മാറി ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരമായി, തൊഴിൽ ജീവിതം ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള അസ്വസ്ഥതകളും മനപ്രയാസങ്ങളും മാറി കുടുംബ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഉത്രാടം, അവിട്ടം, തിരുവോണം നക്ഷത്രക്കാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അത്രയേറെ സൗഭാഗ്യങ്ങളാണ് വ്യാഴമാറ്റത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിലൂടെ തലയുയർത്തിപ്പിടിച്ച് അന്തസ്സോടെ അഭിമാനത്തോടെ നടക്കാൻ കഴിയുന്ന ദിവസങ്ങൾ. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. സന്താന സൗഭാഗ്യം എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും, മനസ്സിന്റെ ദുഃഖഭാരങ്ങളെല്ലാം മാറി ജീവിതം ഏറ്റവും കൂടുതൽ ശോഭിച്ചു നിൽക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാലയും നെയ്വിളക്കം സമർപ്പിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കുക. സർവം മംഗളകരമായി ഭവിക്കും. നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായി തീരും. എഴുതി വെച്ചോ, എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും. 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയതോടുകൂടി മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്തട്ടാതി, രേവതി നക്ഷത്രക്കാർ സ്വർഗതുല്യമായ സൗഭാഗ്യങ്ങളിലേക്ക് കടക്കുകയാണ്. സന്താന ഭാവമാണ് 5-ാം ഭാവം. മുഖ്യമായും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് സന്താന പ്രാപ്തി ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയം. വിവാഹ സ്വപ്നം പൂവണിയും, സന്താന സൗഭാഗ്യം വന്നു ചേരും. ഈ രണ്ട് കാര്യങ്ങൾ മുഖ്യമായിട്ടും 5-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയതോടുകൂടി പൂരുരുട്ടാതി, ഉത്തട്ടാതി, രേവതി നാളുകാർക്ക് വന്നു ചേരുകയാണ്. വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നതുല്യമായ ഒരു ജീവിതം, ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള അലസതകളും ആടികളും മാറ്റി മുന്നേറാനായിട്ടുള്ള പദ്ധതികൾ ആലോചിച്ച് മുന്നോട്ട് പോവുക. പല വഴിക്ക് സമ്പാദ്യം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. അപാരമായ ബുദ്ധിവൈഭവത്തിന്റെയും വിവേകത്തിന്റെയും ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. പിതൃസ്വത്തിന്മേലുള്ള തർക്കങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും. നിങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക, ശാരീരിക ക്ലേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവും. രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ സംഘടനകളുടെ നേതൃപദവിയിലേക്ക് എത്തിച്ചേരും. ഭൗതികമായ വികാസത്തോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടും വളർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ബിസിനസ്, സംരംഭക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് എടുത്തു പറയേണ്ട സാമ്പത്തിക നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സകല വിഷമതകളും കടബാധ്യതകളും തീർന്ന് നിങ്ങളുടെ ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങൾ. അതുപോലെ സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളുമുള്ള മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുകയാണ്. എല്ലാ രീതിയിലുള്ള കടബാധ്യതകളും മാറി ഈ ഒരു വർഷം അവസാനിക്കുന്നതോടുകൂടി വളരെ വലിയൊരു ധനം നിങ്ങളുടെ ബാങ്ക് ബാലൻസുകളിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. സർവേശ്വരകാരകനായ വ്യാഴം ഏറ്റവും കൂടുതൽ പ്രസാദിച്ചു നിൽക്കുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, ഈ ഒരു സമയം പ്രായഭേദമന്യേ ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം, വിദേശത്ത് ഉപരിപഠന സാധ്യതകൾ എന്നിവയെല്ലാം തെളിയും. മത്സര പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങളായിരിക്കും ഈ 3 നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത്. തൊഴിൽ മേഖലയിൽ സ്ഥിര ജോലി ലഭ്യമാകും. വർഷങ്ങളായി ശമ്പളം പോലും ലഭിക്കാതെ ജോലി ചെയ്തിരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നതിലൂടെ ഉയർന്ന ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലയിൽ നിന്ന് പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള വരുമാന സാധ്യതകൾ തെളിയുന്ന ഒരു കാലഘട്ടമാണ്. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി തൊഴിൽ മേഖലയിൽ വലിയ വിജയങ്ങൾക്കും വളർച്ചയ്ക്കും വഴിയൊരുക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് സമ്മാനിക്കുന്നത്. പ്രൊമോഷനുകളും മികച്ച ജോലി അവസരങ്ങളും ഈ ഘട്ടത്തിൽ പല പ്രൊഫഷണലുകളെയും തേടിയെത്തും. ജാതകത്തിൽ അനുകൂലമായ ഗ്രഹനിലയുള്ളവർക്ക് വിവാഹ കാര്യങ്ങളിലും വലിയ പുരോഗതിയാണ് വന്നു ചേരുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത്. ഭാവിയിലേക്ക് ധീരമായ ചുവടുവെപ്പുകൾ നടത്തുവാൻ ഈ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാകും. ഈ 3 നാളുകാർക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഭാഗ്യവർഷക്കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത്. വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പിതൃസ്വത്ത് ലഭിക്കും. അനുഭവ ഗുണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവിധ ഭിന്നതകളും മാറും. രോഗാതി ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്.
വ്യാഴത്തിന്റെ ഈ പോസിറ്റീവ് ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ തുടർച്ചയായ 7 വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഈ മാലയും നെയ്വിളക്കും സമർപ്പിക്കുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വർദ്ധിക്കുമെന്ന് മാത്രമല്ല, കുടുംബ ജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് കഴിയും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.